കാസർഗോഡ് അമ്പലത്തുകരയിൽ +2 വിദ്യാർത്ഥിക്ക് നേരെ സഹപാഠികളുടെ ക്രൂരമർദ്ദനം. ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നായിരുന്നു മർദ്ദനം. 4 പേർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. അർജുൻ ഹേമയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, എന്താണ് സംഭവിച്ചത്? ഇതിൽ പോലീസ് പറയുന്നത് എന്താണ്? ശ്രുതി, ശനിയാഴ്ച പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന കുട്ടിക്ക് നേരെയാണ് ഇത്തരത്തിൽ ഈ സഹപാഠികളുടെ ക്രൂരമർദ്ദനം ഉണ്ടായത്. ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാത്തത് കാരണമാണ് കുട്ടിക്ക് നേരെ ഇത്തരത്തിലുള്ള വലിയൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സഹപാഠികൾ, അതായത് ഈ കുട്ടി, ഈ ആക്രമണം നേരിട്ട കുട്ടി സയൻസ് വിഷയമാണ്, +2 സയൻസ് വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ മറ്റ് കൊമേഴ്സ് വിദ്യാർത്ഥികളാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. മടിക്കെ സ്കൂളിലെ വിദ്യാർത്ഥി കാസർഗോഡ് ചെമ്മട്ടംവയൽ സ്വദേശിയായ നിവേദിനാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മർദ്ദനം എത്തിയത്. ഇപ്പോൾ കുട്ടി ശസ്ത്രക്രിയ വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അടിയന്തരമായി തന്നെ ശസ്ത്രക്രിയ വേണമെന്നാണ് ആശുപത്രി അധികൃതർ, അതായത് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കുട്ടിക്ക് ഈ പല്ലിനും താടിയലിനുമൊക്കെ വലിയ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട്. ഈ കുട്ടികൾ ഈ നിവേദിൻ്റെ മുഖത്തേക്ക് ഇടിക്കുകയായിരുന്നു ചെയ്തത്. അത് വലിയൊരു മർദ്ദനത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് കുട്ടിയെ ഇത്തരത്തിൽ കുറച്ചു പേർ ചേർന്നിട്ട് മർദ്ദിക്കുകയുണ്ടായത്. സംഭവം പുറത്തറിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഇത് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് അന്വേഷിച്ചതിന് ശേഷം ഹോസ്ദുർഗ് പോലീസ് 4 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നിലവിൽ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശ്രുതി. അർജുൻ, ഇതിലിപ്പോൾ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണ് ലഭിക്കുന്നത്? അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാവുന്നത്? ശ്രുതി, സ്കൂൾ അധികൃതർ പറയുന്നതെന്ന് വെച്ചാൽ ഈ പരീക്ഷാ സമയമായിരുന്നു. ഈ ഹോളി ആഘോഷിക്കാൻ ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഹോളി ആഘോഷിക്കാൻ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും മറ്റൊരു എതിർപ്പുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സ്കൂളിൽ ഈ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല ഈ കുട്ടിയെ മർദ്ദിച്ചിരിക്കുന്നത്. മറ്റു കൂടെ പഠിക്കുന്ന കൊമേഴ്സ് വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ കുട്ടിയെ മർദ്ദിച്ചിരിക്കുന്നത്. കൂട്ടം ചേർന്നിട്ടുള്ള ഒരു മർദ്ദനം എന്നാണ് ഇപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്നും ലഭ്യമാകുന്നൊരു വിവരമനുസരിച്ച് കൂട്ടം ചേർന്നിട്ടുള്ളൊരു മർദ്ദനമാണ്. ആ കുട്ടികൾക്കെതിരെയാണ് ഹോസ്ദുർഗ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിലേക്കൊന്നും പോരുന്നില്ല, മുൻവൈരാഗ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ആഘോഷത്തെ ചൊല്ലിയുള്ള ഒരു തർക്കം ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ഈ നിവേദിനെ പിടിച്ചു നിർത്തിയതിന് ശേഷം ഈ താടി, അതായത് പല്ലും താടി ഭാഗത്തേക്ക് ശക്തമായി കൈമുറുക്കി ഇടിക്കുന്ന ഒരു സാഹചര്യമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ അടിയുടെ ആഘാതത്തിൽ തന്നെ കുട്ടിക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ സ്കൂളിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും സ്കൂൾ അധികൃതർ ഈ വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ സ്കൂളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം ഇതാണ്. ശ്രുതി. ശരി, അർജുൻ ഹേമയാണ് വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് അമ്പലത്തുകരയിലാണ് +2 വിദ്യാർത്ഥികൾക്ക് നേരെ സഹപാഠികളുടെ ക്രൂരമർദ്ദനമുണ്ടായത്.